സിനിമ ആരംഭിക്കുന്നത് ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നാണ്. നമ്മുടെ നായിക നീഡി അവിടുത്തെ അന്തേവാസിയാണ്. അവൾ എന്തിനാണ് അവിടെ എത്തിയത് എന്നുള്ള കാര്യം നമുക്കാർക്കും അറിയില്ല. നീഡി ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. ആരോടും അധികം സംസാരിക്കില്ല. സംസാരിക്കുന്നവരോടാകട്ടെ വളരെ റൂഡായിട്ടാണ് പെരുമാറുന്നതും. ഒരു ദിവസം നീഡി വളരെ കുറച്ച് ഭക്ഷണം മാത്രം, അതായത് ഒരു ബ്രെഡ് മാത്രം എടുത്തു കൊണ്ടുപോകുമ്പോൾ ഇത് കണ്ട ഡോക്ടർ, നീഡി എന്തുവാ ഇത്, ഇത്ര മാത്രമാ കഴിച്ചാൽ മതിയോ, കുറച്ചധികം എടുക്കുക എന്ന് പറഞ്ഞത് തീരെ നീഡിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾ ഒരൊറ്റ ചവിട്ടിന് ഡോക്ടറെ തെറിപ്പിക്കുന്നു. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റീസ് അവളെ പിടിച്ചിട്ട് ഒരു ഡാർക്ക് റൂമിൽ അടച്ചിടുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നീഡിയുടെ പൂർവ്വകാലമാണ്. നീഡിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ജെനിഫർ. കുട്ടിക്കാലം മുതലേ അവർ ഒരുമിച്ചാണ്. പിന്നെ ഉള്ള ഒരു കഥാപാത്രം നീഡിയുടെ കാമുകൻ ചിപ്പ് ആണ്. ജെനിഫറിനാകട്ടെ ചിപ്പിനെ ഒരു തരത്തിലും ഇഷ്ടമേ അല്ല. ജെനിഫർ ചിപ്പിനെ കാണുമ്പോഴെല്ലാം പതിവായി ഇൻസൾട്ട് ചെയ്യുമായിരുന്നു. എന്നാൽ നമ്മുടെ ചിപ്പാകട്ടെ നീഡിക്ക് വേണ്ടിയിട്ട് നീഡിയുടെ ഫ്രണ്ടല്ലേ എന്നും പറഞ്ഞിട്ട് ഇതൊന്നും വലിയ കാര്യമാക്കുന്നുമില്ല. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജെനിഫർ നീഡിയോട് ചോദിക്കുന്നു, ഇന്ന് ഏതായാലും ഒരു പരിപാടിയൊന്നും ഇല്ലല്ലോ, നമുക്ക് രാത്രി ഒരു പാർട്ടിക്ക് പോയാലോ. പക്ഷേ നമ്മുടെ നീഡി പറയുന്നു, ഇല്ല, ഇന്ന് ഞാനില്ല, ഇന്ന് ഞാൻ നമ്മുടെ ചിപ്പിൻ്റെ കൂടെ രാത്രി സ്പെൻഡ് ചെയ്യാമെന്ന് വാക്ക് കൊടുത്തുപോയി, അതിനാൽ എനിക്ക് വരാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ജെനിഫർ പറയും, ഈ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് എപ്പോഴായാലും പോവാം, പക്ഷേ ഇന്ന് ഒരു പുതിയ മ്യൂസിക് ബാൻഡിൻ്റെ പരിപാടിയാണ്, അതെനിക്ക് പിന്നീട് കാണാൻ പറ്റില്ല, അതുകൊണ്ട് നീ എന്തായാലും വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അവളെ നിർബന്ധിക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ നീഡിക്കും ചെറിയൊരാഗ്രഹമൊക്കെ തോന്നി ആ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നീഡി ജെനിഫറിനോടൊപ്പം പോകാൻ സമ്മതിക്കുന്നു. ഇതറിഞ്ഞപ്പോൾ ചിപ്പ് പറയുന്നു, എടി അതൊരു ബാറാണ്, അല്ലാതെ പാർട്ടി ക്ലബ്ബോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും അല്ല, നീ വെറുതെ ജെനിഫർ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോകണ്ട. ശരിക്കും ചിപ്പിൻ്റെ വിഷമം അതൊന്നുമല്ല, രാത്രി ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു, അതൊക്കെ പോയതിലുള്ള ഒരു ചെറിയ വിഷമം. ചിപ്പിൻ്റെ ആ സങ്കടം മനസ്സിലാക്കി നീഡി അവനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ സ്വർഗത്തിലെ കട്ടുറുമ്പിനെ പോലെ ജെനിഫർ അവിടെ എത്തിയിട്ട് നീഡിയെ വിളിച്ചുകൊണ്ടുപോകുന്നു. അങ്ങനെ ചിപ്പിന്റെ ആഗ്രഹങ്ങൾ കുദാഹവ. അങ്ങനെ ജെനിഫർ നീഡിയെയും കൂട്ടിയിട്ട് ഒരു ബാറിലേക്ക് എത്തുന്നു. അപ്പോഴാണ് ചിപ്പ് പറഞ്ഞതൊക്കെ സത്യമാണെന്ന കാര്യം നീഡി മനസ്സിലാക്കുന്നത്. നീഡിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് പിള്ളേരെയും അവർ അവിടെ വെച്ച് കാണുന്നു. പക്ഷേ അവരോടൊന്നും സംസാരിക്കാതെ നീഡിയും ജെനിഫറും നേരെ ആ ബാൻഡിന്റെ ആൾക്കാരുടെ അടുത്തേക്ക് പോയി. മ്യൂസിക് ബാൻഡിലെ ആൾക്കാരെ കണ്ടതും ജെനിഫർ അങ്ങോട്ടേക്ക് പോയിട്ട് പരിചയപ്പെട്ടു. ഹായ്, ഞാൻ ജെനിഫർ, ഞാൻ നിങ്ങൾക്കൊരു ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കുന്നു. ബാൻഡിലുള്ളവർ ഓക്കെ പറഞ്ഞതിനാൽ ജെനിഫർ നേരെ ഡ്രിങ്ക്സ് വാങ്ങാനായി പോകുന്നു. നമ്മുടെ നീഡി ആവട്ടെ ആ ബാൻഡിന്റെ ആൾക്കാരുടെ സമീപത്ത് തന്നെ നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ബാൻഡിലുള്ള ഒരാൾ മറ്റൊരാളോട് പറഞ്ഞത്, ആ പെണ്ണ് വെർജിനാണെന്ന് തോന്നുന്നു, ഏത് ആ കണ്ണാടി ഇട്ട വേണം, അല്ല, നമുക്ക് ഡ്രിങ്ക്സ് ഓഫർ ചെയ്തവൾ. അപ്പോൾ അത് കേട്ട് നിന്ന നീഡി, അതെ, തീർച്ചയായും അവൾ വെർജിൻ തന്നെയാണ്, പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പല്ല, അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്നും ജെനിഫറിന്റെ അടുത്തേക്ക് പോകുന്നു. അതിനുശേഷം ആ ബാൻഡ് അവരുടെ മ്യൂസിക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ അതിനിടയിലാണ് അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും അവിടെയൊക്കെ തീ പിടിക്കുകയും ചെയ്യുന്നു. ആൾക്കാരൊക്കെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പലരുടെയും ജീവനും നഷ്ടമാകുന്നു. ജെനിഫറും നീഡിയും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ആ ബാറിന് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ആ മ്യൂസിക് ബാൻഡിലെ ഒരുത്തം വന്നിട്ട് പറയും, ദേ വേഗം കാറിലേക്ക് കയറ്, നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാം. എന്നാൽ നീഡി പറയും, ഞാൻ വരുന്നില്ല, നീയും പോകണ്ട ജെനിഫർ എന്ന് ജെനിഫറിനോടും പറയുന്നു. എന്നാൽ ജെനിഫർ അത് ശ്രദ്ധിക്കാതെ അവരുടെ കൂടെ കാറിൽ കയറി പോകുന്നു. ഇത് കണ്ട് നീഡി ആകെ വിഷമിക്കുന്നു. വീട്ടിലെത്തിയ നീഡി ചിപ്പിനെ വിളിക്കുന്നു. നമ്മൾ പോയ ആ ബാറിലെ അവിടെ വലിയൊരു തീപിടുത്തമുണ്ടായി, ഒരുപാട് പേര് മരിക്കുകയും ചെയ്തു. നമ്മുടെ ജെനിഫർ അവിടെ ഉണ്ടായിരുന്ന മ്യൂസിക് ബാൻഡിലെ അവരോടൊപ്പം കാറിൽ കയറി എങ്ങോട്ടേക്കോ പോയി. എനിക്കെന്തോ ആ ബാൻഡിലുള്ളവർ അത്ര നല്ല ആൾക്കാരായിട്ട് തോന്നിയില്ല. അവർ ജെനിഫറിനെ എന്തെങ്കിലും ചെയ്യും, അവൾക്ക് എന്തെങ്കിലും സംഭവിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നീഡി ചിപ്പിനോട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് വേവലാതിപ്പെട്ടു. ജെനിഫർ നല്ല തന്റെ ഇടമുള്ള പെണ്ണാണ്, നീ പേടിക്കൊന്നും വേണ്ട, അവൾ പോയ പോലെ തന്നെ തിരിച്ചു വരുമെന്നും പറഞ്ഞ് ചിപ്പ് നീഡിയെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ നീഡിയും ചിപ്പും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീഡിക്ക് പുറത്തുനിന്നും ആരോ ബെല്ലടിക്കുന്നത് പോലെ തോന്നുന്നു. അവൾ ഡോറ് തുറന്ന് പുറത്തു നോക്കുമ്പോൾ ആരുമില്ല. ചിലപ്പോൾ തോന്നിയതായിരിക്കുമെന്ന് പറഞ്ഞ് അകത്തേക്ക് കിടക്കുന്നു. അപ്പോൾ അകത്ത് എവിടെയോ ആരോ ഉള്ള പോലെ അവൾക്കൊരു തോന്നൽ. അടുക്കളയിൽ പൈപ്പ് തുറന്ന് വെള്ളം പോകുന്ന ശബ്ദം അവൾ കേൾക്കുന്നു. അടുക്കളയിൽ പോയി നോക്കിയെങ്കിലും അവിടെയും ആരെയും കാണുന്നില്ല. അവിടെ നിന്നും നീഡി തിരിച്ചു നടക്കാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് ജെനിഫർ അവളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അവൾ ആകെ മാറിപ്പോയിരിക്കുന്നു. മുഖമാകെ രക്തത്താൽ നിറഞ്ഞിരിക്കുന്നു. നീഡി പേടിച്ച് കരയുന്നു. എന്നാലും ധൈര്യം സംഭരിച്ച് ജെനിഫർ, നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നു. ജെനിഫർ ആകട്ടെ ഒരു ഉത്തരവും കൊടുക്കുന്നില്ല. അവൾ അവിടെ കിടക്കുന്ന മാംസം പച്ചയോടെ ഭക്ഷിക്കുന്നു. പേടിച്ച് നീഡി അവളോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അവൾ ഒന്നും ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് ആ പച്ച മാംസം കഴിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവൾ ഛർദ്ദിച്ചു. റോഡിലെ ടാറ് ഉരുകി ഒലിക്കുന്നത് പോലെ ഒരു ദ്രാവകമായിരുന്നു അവൾ പുറത്തേക്ക് ഛർദ്ദിച്ചത്. പേടിച്ചുപോയ നീഡി പോലീസിനെയോ അല്ലെങ്കിൽ ചിപ്പിനെയോ വിളിക്കാനായി ഫോൺ എടുക്കുന്നു. പക്ഷേ ആ സമയത്തിനുള്ളിൽ ജെനിഫർ അവളുടെ അടുത്തേക്കായി വരുന്നു, അവളെ കടിക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ അവളെ ജെനിഫർ കടിക്കുന്നില്ല. പകരം നീ പേടിച്ചു പോയോ, പേടിക്കണ്ട എന്നും പറഞ്ഞിട്ട്
അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം ക്ലാസ്സിൽ വെച്ച് നീഡി ഭ്രാന്ത് പിടിച്ച പോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴതാ ജെന്നിഫർ സാധാരണ പോലെ മുന്നിലിരിക്കുന്നു. ഇന്നലെ ഉണ്ടായിരുന്ന ആ മുറിവുകളും പാടുകളും ഒന്നും അവളുടെ ശരീരത്തിലില്ല. നീഡി അന്തം വിട്ടുപോയി. ജെന്നിഫർ, എന്താണ് സംഭവിച്ചത്? ഇന്നലെ നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? നിന്റെ മുറിവുകളൊക്കെ എവിടെ പോയി? ഇത്തരം ഒരുപാട് ചോദ്യങ്ങളായിരുന്നു നീഡിക്ക് അവളോട് ചോദിക്കാനുണ്ടായിരുന്നത്. ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും ഓർമ്മയില്ല എന്നായിരുന്നു ജെന്നിഫറിന്റെ മറുപടി. ശേഷം കാണിക്കുന്നത് ഒരു ക്ലാസ് റൂമാണ്. അവിടെ ടീച്ചർ വന്നിട്ട് സ്റ്റുഡൻസിനോടായിട്ട് പറയുന്നു, കഴിഞ്ഞ ദിവസം നടന്ന ബാറിലെ ആക്സിഡന്റിൽ വെച്ച് നമുക്ക് നമ്മുടെ കുറെ കൂട്ടുകാരെ നഷ്ടപ്പെട്ടിരിക്കുന്നു, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത് കേട്ടയുടനെ ജെന്നിഫറിന്റെ മുന്നിലുള്ള ഒരു കുട്ടി കരയാൻ തുടങ്ങുന്നു. കാരണം അവന്റെ ഫ്രണ്ടും ആ ആക്സിഡന്റിൽ പെട്ട് മരിച്ചിരുന്നു. ക്ലാസ്സിന് ശേഷം നീഡി ചിപ്പിനോട് കാര്യങ്ങളെല്ലാം വിവരിക്കും. ഇന്നലെ രാത്രി ജെന്നിഫർ വന്നിരുന്നു, മുഖമെല്ലാം ചോരയൊലിപ്പിച്ച് മുറിഞ്ഞ് അത്ര വൃത്തികെട്ട രീതിയിലാണ് അവർ എത്തിയത്. പക്ഷെ ഇന്ന് രാവിലെ നോക്കുമ്പോഴേ അവൾ നോർമലായിട്ടാണുള്ളത്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ചിപ്പ് ഇതൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചിപ്പും നീഡിയും സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ കോളിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ട് ഇന്നലെ നടന്ന ആക്സിഡന്റിൽ നീ രക്ഷപ്പെട്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്ന് പറയുന്നു. അത് കേട്ടതും ചിപ്പ് നീഡിയോട് പറയും, ഇവനൊക്കെ എപ്പോഴാണ് നിന്നോട് വന്ന് സംസാരിക്കാൻ തുടങ്ങിയത്? ഇവൻ സാധാരണ പെമ്പിള്ളവരോട് സംസാരിക്കാത്തതാണല്ലോ എന്ന് പറയുന്നു. അപ്പോൾ നീഡി പറയും, അല്ല, അവൻ നല്ലൊരു റൈറ്ററാണ്, ചില സമയങ്ങളിലൊക്കെ അവൻ എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നും അവൾ പറയുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കരഞ്ഞുകൊണ്ടിരുന്ന ഒരു പയ്യനെ കണ്ടില്ലേ, അവൻ ഇപ്പോൾ ഗ്രൗണ്ടിലാണുള്ളത്. അവൻ അവിടെ നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജെന്നിഫർ ഉണ്ട് ഒരു സൈഡിൽ നിന്ന് വരുന്നത്. എന്നാൽ അവളെ വലുതായിട്ട് മൈൻഡൊന്നും ചെയ്യാതെ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. ആകെ ഒന്ന് പകച്ചു പോയെങ്കിലും അവൻ അതൊന്നും പുറത്ത് കാണിക്കാതെ ജെന്നിഫറോട് ചോദിക്കുന്നു, ജെന്നിഫർ എന്താ ഇവിടെ? അപ്പോൾ അവൾ പറയും, ഇന്നലെ ഞാനും ആ ആക്സിഡന്റ് നടന്ന ബാറിലുണ്ടായിരുന്നു, നിന്റെ ഫ്രണ്ടിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപക്ഷെ അവൻ എന്നോടായിരിക്കാം അവസാനം സംസാരിച്ചത്. നിനക്കറിയോ അവൻ എന്താണ് അവസാനമായിട്ട് സംസാരിച്ചതെന്ന്? അവൻ പറഞ്ഞത് ഈ കോളേജിലെ ഏറ്റവും നല്ല പേർ നീയും ഞാനുമാണ് എന്നാണ്. അവൻ നൻപണ്ട എന്ന് ആ ചെക്കൻ ചിന്തിച്ചിട്ടുണ്ടാവും. അവൻ അങ്ങനെ പറഞ്ഞു? ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ആ പയ്യൻ ജെന്നിഫറിനോട് വീണ്ടും ചോദിക്കുന്നു. മനസ്സിൽ ലഡു പൊട്ടിയിട്ടുണ്ടെങ്കിലും അവനത് പുറത്ത് കാണിച്ചിട്ടില്ല. അത് കേട്ടതും എൻ്റെ ഹാർട്ട് ബീറ്റ് വളരെയധികം കൂടി, ഇപ്പോഴും അത് കൂടിയിട്ടാണുള്ളത് എന്നും പറഞ്ഞിട്ട് അവൾ അവൻ്റെ കൈ പിടിച്ച് അവളുടെ മാറിലേക്ക് വയ്ക്കുന്നു. മോനെ, ലഡു വീണ്ടും പൊട്ടി. അങ്ങനെ പയ്യൻ ഫ്ലാറ്റ്, വാ നമുക്ക് അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞിട്ട് ഒഴിഞ്ഞ ഒരു പ്രദേശത്തേക്ക് അവനെയും കൂട്ടി ജെന്നിഫർ പോകുന്നു. അവിടെ വെച്ച് അവർ ഇരുവരും ലൈഫ് ജിങ്കലാല ആസ്വദിക്കുന്നു. അപ്പോൾ ആ കാട്ടിലെ മൃഗങ്ങളൊക്കെ അവരെ ഉറ്റുനോക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ശേഷം ജെന്നിഫർ അവനോട് ചോദിക്കും, എന്താ നീ നിന്റെ ഫ്രണ്ടിനെ മിസ് ചെയ്യുന്നുണ്ടോ? അവൻ പറയും, ആ ഉണ്ട്, പേടിക്കണ്ട, നീ ഉടനെ തന്നെ അവനെ കാണുമെന്നാണ് ജെന്നിഫർ മറുപടി പറയുന്നത്. അത് പറഞ്ഞു തീർന്ന ഉടനെ ജെന്നിഫറിന്റെ മുഖം മാറുന്നു. അവൾ അവനെ കടിച്ച് രക്തം കുടിച്ച് കൊല്ലുന്നു, ഒരു രക്തരക്ഷസിനെ പോലെ. അതിനുശേഷം പുലിയൂർ മുരുകന്റെ കുളി പോലെ നമ്മുടെ ജെന്നിഫറിന്റെ ഒരു കുളി സീനും ഉണ്ട്. അത് നമുക്ക് കാണിച്ച സെൻസർ ബോർഡ് എന്നെ കട്ട് ചെയ്ത് കളയും. അതിനുശേഷം നമ്മുടെ ജെന്നിഫർ നീഡിയെ വിളിച്ചിട്ട് അവളുടെ കൂട്ടുകാരൻ ചിപ്പിനെ പറ്റി പുകഴ്ത്തി പറയുന്നു. അവൻ വളരെ നല്ല പയ്യനാണ്, ഭയങ്കര ക്യൂട്ടാണ്, എനിക്കിപ്പോൾ അവനെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെയാണ് ജെന്നിഫർ നീഡിയോട് പറയുന്നത്. എന്നാൽ നീഡി അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല, അത് ചിരിച്ചു തള്ളുന്നു. അങ്ങനെ കുറച്ച് നാളുകൾ കഴിയുന്നു. ജെന്നിഫറും നീഡിയൊക്കെ ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ട്. ജെന്നിഫർ എന്നാൽ കുറച്ച് ടയേർഡാണ്. അതിനിടയിൽ ഒരു ദിവസത്തെ ക്ലാസ്സിൽ നമ്മുടെ പഴയ ആ ടീച്ചർ വരുന്നു. എന്നിട്ട് പഴയ ആ അപകടത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഒരു അമേരിക്കൻ ബാൻഡ് വന്നിട്ടുണ്ടെന്നും അവർ നമുക്ക് വേണ്ടി ഒരു പരിപാടി നടത്തുമെന്നും അതിൽ കിട്ടുന്ന 3% വിഹിതം നമ്മുടെ കമ്മ്യൂണിറ്റിക്കായിട്ട് യൂസ് ചെയ്യുമെന്നും പറയുന്നു. അപ്പോൾ നീഡി ചോദിക്കും, അതെന്താ 3%, ബാക്കി 97% എന്ത് ചെയ്യും? ആ സമയത്ത് ഒരു പെൺകുട്ടി ഇവളോട് ചൂടാവും. അവർക്ക് എത്രമാത്രം മനസ്സുണ്ടായിട്ടാണ് അവർ ഈ കാര്യം ചെയ്യുന്നത്, അതിന് നീ ക്വസ്റ്റ്യൻ ചെയ്യരുത്. അപ്പോൾ നീഡി പറയും, ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നൊന്നല്ല, അവർ നമുക്ക് ഒരു സഹായം ചെയ്യുന്നുമില്ല, നമ്മുടെ ഈ സിറ്റുവേഷൻ മുതലെടുത്ത് അവരവരുടെ റീച്ച് വർദ്ധിപ്പിക്കാൻ നോക്കിയാണ്. അങ്ങനെ അവർക്ക് നമ്മളെ സഹായം ചെയ്യണമെന്നായിരുന്നുവെങ്കിൽ അന്ന് തീർച്ചയായും ആ അപകടം സംഭവിച്ചപ്പോൾ അവർ ആരെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുമായിരുന്നു. അവരൊരാളെ പോലും രക്ഷിക്കാതെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്ന് നീഡി പറയുന്നു. എന്നാൽ ആ പെൺകുട്ടി പറയുന്നു, നീ പറയുന്നതൊക്കെ നുണയാണ്, അല്ലാതെ അങ്ങനെയൊന്നും അല്ല കാര്യം, വെറുതെ അവരെ പഴിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ മ്യൂസിക് ബാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ നീഡിയും ജെന്നിഫറും ക്ലാസ്സിന് പുറത്തേക്ക് വരുന്നു. അവിടെ നമ്മുടെ കോളിൻ നിൽപ്പുണ്ടായിരുന്നു. അവൻ ജെന്നിഫറിനോട് സംസാരിക്കുന്നു, ക്യാൻ വി ഗോ ഫോർ എ ഡേറ്റ്? പക്ഷേ ജെന്നിഫർ അതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ നീഡി പറയും, എടി അവൻ നല്ല പയ്യനാടി, അവൻ എനിക്ക് നന്നായിട്ട് അറിയാം, നീ എത്ര കാലം ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നടക്കും, അവനെ നീ സ്വീകരിക്കുക എന്ന് പറയുന്നു. നീഡിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ജെന്നിഫർ ഏതായാലും ഓക്കെ ശരി, അവനൊരു ചാൻസ് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അവനെ വിളിച്ച് അവളുടെ അഡ്രസ്സും പറഞ്ഞിട്ട് പറഞ്ഞു, നമുക്ക് മീറ്റ് ചെയ്യാം, നീ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ എന്ന് പറയുന്നു. കോളിനാട്ടെ പെരുത്ത് സന്തോഷം. അങ്ങനെ നൈറ്റ് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് കോളിൻ. നോക്കുമ്പോൾ എല്ലാ വീടും ഒരുപോലെയുണ്ട്. അവനാകെ കൺഫ്യൂഷനായി. പക്ഷെ ഒരു വീട്ടിൽ മാത്രം ലൈറ്റ് തെളിയുന്ന കണ്ടപ്പോൾ അവന് കുറച്ചൊരു സമാധാനമായി. അങ്ങനെ അവൻ ആ വീട്ടിലേക്ക് കയറുന്നു. അവിടെ ജെന്നിഫർ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് അവർ ശേഷം അവനെയും കൊന്ന് അവന്റെ രക്തം കുടിക്കുന്നു. ഇതേ സമയം നമ്മുടെ നീഡിയുടെയും ചിപ്പിന്റെയും അവസ്ഥ കട്ടിപ്പൊടിടാ
കണ്ണാള കണ്ടപടി കെട്ടിപ്പൊടിടാ. ഇതിനിടയിൽ നമ്മുടെ നീഡിക്ക് എന്തോ ഒരു ഇല്യൂഷൻ പോലെ തോന്നുന്നു. മരിച്ചുപോയ ഓരോ ആൾക്കാരുടെയും രൂപം അവൾ കാണുന്നു. അതിന്റെ കൂട്ടത്തിൽ ജെനിഫറും ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവൾക്കൊരു സംശയം, ഇങ്ങനെ ആരോ ആൾക്കാരെ കൊല്ലുന്നത് ജെനിഫർ ആണോ എന്നുള്ളത്. അങ്ങനെ അവൾ അവിടെ നിന്ന് കാറെടുത്ത് ചിപ്പിന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വഴിയിൽ ജെനിഫർ കാറിന് മുന്നിൽ നിൽക്കുന്നു. അതും രക്തത്തിൽ കുളിച്ച് ഒരു ഭീകര രൂപത്തിൽ. ജെനിഫറിന്റെ ഈ രൂപം കണ്ടതോടെ നീഡിയുടെ സകല ധൈര്യവും ചോർന്നുപോയി. അവൾ പേടിച്ച് നിലവിളിച്ചു. അവൾ അവിടുന്ന് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് പോകുന്നു. ആ ക്ഷീണം കാരണം അവൾ കട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോകുന്നു. പെട്ടെന്ന് സമീപത്താരോ കിടക്കുന്നതായിട്ട് അവൾക്ക് തോന്നുന്നു. അവൾ ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ജെനിഫർ. പേടിച്ചുപോയ നീഡി ജെനിഫറോട് പുറത്തേക്ക് പോകാനായി പറയുന്നു. നീഡി, നീ പേടിക്കേണ്ട. അന്ന് ആ വണ്ടിയിൽ പോയതിനു ശേഷം, അതായത് ആദ്യം ആ ബാൻഡുകാരുടെ കൂടെ പോയില്ലേ, അതിനുശേഷം എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് നിന്നോട് പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അവൾ പറയുന്നു. നീഡി അവളെ പറയാൻ അനുവദിക്കുന്നു. അപ്പോൾ ജെനിഫർ പറയും, അന്ന് ആ കാറിൽ വെച്ച് ഒരുത്തൻ എന്നോട് ആർ യു വിർജിൻ എന്ന് ചോദിച്ചു. അതെ, ഞാൻ വിർജിനാണ്. എനിക്ക് ഈ കാര്യത്തിൽ ഒരു താല്പര്യവുമില്ല. എനിക്ക് അതിൽ എക്സ്പീരിയൻസും ഇല്ല. നിനക്ക് വേണമെങ്കിൽ നീ അതിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ പോയി കണ്ടുപിടിക്കുക എന്നാണ് ജെനിഫർ മറുപടി പറഞ്ഞത്. അവർ അതിനൊരു മറുപടിയും പറയാതെ അവളെയും കൂട്ടിയിട്ട് അവരുടെ ഗ്രാമത്തിലേക്ക് പോകുന്നു. അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ടായിരുന്നു. അതിനടുത്തായിട്ട് അവളെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് അവളോട് പറയുന്നു, നിന്നെ ഇവിടെ സാത്താനെ ബലിയർപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ ചെയ്താൽ ഞങ്ങളുടെ ബാൻഡ് ഒരുപാട് പ്രശസ്തിയിലേക്ക് ഉയരും. അതിനുശേഷം അവരിൽ ഒരാൾ സാത്താന്റെ മന്ത്രം ജപിച്ച് കത്തി കൊണ്ട് അവളെ കുത്തിക്കൊലപ്പെടുത്തുന്നു. ആ വെള്ളച്ചാട്ടത്തിൽ ഒരു നീരുറവ് പോലെ ഒരു ചെറിയ കുഴിയുണ്ടായിരുന്നു. ആ കുഴിയിലേക്ക് ജെനിഫറെ കുത്തിയ കത്തി ഇവർ വലിച്ചെറിയുന്നു. ഇതിന് ശേഷമാണ് നമ്മൾ ആദ്യം കണ്ട ആ സീൻ. ജെനിഫർ നീഡിയുടെ വീട്ടിലേക്ക് വരുന്നതും ആ മാംസം കഴിക്കുന്നതും അവളെ പേടിപ്പിച്ച് അവിടെ നിന്ന് പോകുന്നതുമായിട്ടുള്ള ആ സീൻ. അതിനുശേഷം ആ കരഞ്ഞ പയ്യന്റെ കൂട്ടുകാരനില്ലേ, തീപിടുത്തത്തിൽ മരിച്ചു എന്ന് പറയുന്നത്, അവനെ പറ്റിയും നീഡിയോട് പറയുന്നു. അവനും തീപിടുത്തത്തിൽ രക്ഷപ്പെട്ടിരുന്നു. അവൻ എന്റെ മുന്നിലായിരുന്നു വന്നത്. പിന്നെ ജെനിഫറിന്റെ മുന്നിൽ ഒരുത്തൻ ഒറ്റയ്ക്ക് വന്നു പെട്ടാലത്തെ പിന്നെ അവസ്ഥ പറയാനില്ലല്ലോ. കുറച്ച് ആസ്വദിച്ച് അവനെയും കൊന്നുകളഞ്ഞു. അങ്ങനെ ഈ കാര്യവും നീഡിയോട് അവൾ പറയുന്നു. അതിനുശേഷം ജെനിഫർ പറയും, എനിക്കിപ്പോ ഒരു പവർ ഉണ്ട്. എന്നിട്ട് നിനക്ക് കാണണോ എന്ന് ചോദിച്ചുകൊണ്ട് കയ്യിലിരിക്കുന്ന കമ്പ് ഉപയോഗിച്ച് അവളുടെ കൈ കുത്തി വലിച്ച് കീറുന്നു. ആ മുറിവ് പെട്ടെന്ന് തന്നെ പഴയതുപോലെ നോർമൽ ആവുകയും ചെയ്യുന്നു. ഇത് കണ്ട് നമ്മുടെ നീഡി ഞെട്ടിത്തരിച്ചുപോയി. അങ്ങനെ എങ്ങനെയെങ്കിലും ഇവളെ ഒന്ന് പറഞ്ഞു വിടണമെന്നായി നീഡിയുടെ ചിന്ത. അതിനുവേണ്ടി അവൾ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം നീഡി സ്കൂൾ ലൈബ്രറിയിൽ വെച്ച് പല സാത്താന്റെയും ബുക്കുകൾ സെർച്ച് ചെയ്യുന്നു. അതിൽ നിന്നും അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാവുന്നു. അതിനുശേഷം നീഡി ഈ കാര്യങ്ങളെല്ലാം ചിപ്പിനോട് തുറന്നു പറയുന്നു. അന്ന് ആ മ്യൂസിക് ബാൻഡിലുള്ളവർ ജെനിഫറെ ബലി കൊടുക്കുന്നു. വിർജിനാണെന്ന് കരുതിയാണ് അവർ ബലിയർപ്പിക്കുന്നത്. പക്ഷേ ജെനിഫർ വിർജിൻ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സാത്താൻ അവളെ സ്വീകരിക്കുന്നില്ല. മാത്രവുമല്ല, സാത്താൻ ജെനിഫറിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്ന് നീഡി ചിപ്പിനോട് പറയുന്നു. ഒന്ന് പോയാട്ടെ അവിടുന്ന്, ഇതൊക്കെ ഞാൻ വിശ്വസിക്കില്ല എന്നായിരുന്നു ചിപ്പിന്റെ ഭാവം. എനിക്കാണെങ്കിൽ ആ സാധനത്തിനെ കണ്ടുകൂടാ, നീ എന്തിനാ അവളെ തട്ടി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്കതൊന്നും കേൾക്കണ്ട എന്നും പറഞ്ഞ് ചിപ്പ് നീഡിയോട് ദേഷ്യപ്പെടുന്നു. ശേഷം കാണിക്കുന്നത് വീണ്ടും പഴയ ആ മ്യൂസിക് ബാൻഡ് പഴയ അതേ സ്ഥലത്ത് ഒരു മ്യൂസിക് പ്രോഗ്രാം നടത്തുന്നതാണ്. ആ സമയം നീഡിയുടെ കോളേജിലെ എല്ലാ സുഹൃത്തുക്കളും അവിടെയുണ്ട്. നീഡി ചിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പക്ഷെ അവൻ വരുന്നില്ല. ജെനിഫറേയും കാണുന്നില്ല. അവൾ നേരെ ചിപ്പിന്റെ വീട്ടിലേക്ക് പോവുകയും അവനെ പറ്റി അന്വേഷിക്കുകയും ചെയ്യുന്നു. അവൻ ഇവിടുന്ന് നേരത്തെ പോയതാ മോളെ എന്നായിരുന്നു ചിപ്പിന്റെ അമ്മയുടെ മറുപടി. നീഡി പെട്ടെന്ന് തന്നെ അവനെ അന്വേഷിച്ചിറങ്ങുന്നു. അവിടെ ഒരു പഴയ ബംഗ്ലാവ് ഉണ്ടായിരുന്നു. നീഡി അങ്ങോട്ടേക്ക് പോകുന്നു. ഈ കാര്യത്തിൽ എന്തായാലും ജെനിഫറിന് പങ്കുണ്ട് എന്നായിരുന്നു നീഡിയുടെ വിചാരം. നീഡി ഓടി ആ വീട്ടിലേക്ക് എത്തി. പക്ഷെ പാവം, അവൾ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ജെനിഫർ ചിപ്പിന്റെ കഴുത്ത് കടിച്ചു മുറിച്ച് അതിൽ നിന്നും രക്തം കുടിക്കുന്ന കാഴ്ചയാണ് നീഡി കാണുന്നത്. നീഡി ഇത് കണ്ട് ജെനിഫറിന് നേരെ ചാടി ചിപ്പിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ചിപ്പ് അവളുടെ കയ്യിലുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ എടുത്ത് നീഡിക്ക് കൊടുക്കുന്നു. നീഡി അത് വേഗം ജെനിഫറിന്റെ ദേഹത്തേക്ക് പ്രയോഗിക്കുന്നു. സ്പ്രേ മുഖത്ത് വീണതും നമ്മുടെ ജെനിഫർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നടന്നുകൊണ്ടിരുന്നതല്ലേ, ഇപ്പം എയറിലേക്ക് പൊങ്ങി നിൽക്കുന്നു. അപ്പോൾ ചിപ്പി ചോദിക്കും, ഈ പുണ്ണാക്കിന് പറക്കാനും പറയും. അപ്പോൾ ജെനിഫർ പറയും, ഇല്ല, അതിന് എയറിൽ പൊങ്ങി നിൽക്കാനേ പറ്റുള്ളൂ, അല്ലാതെ പറന്ന് നടക്കാനൊന്നും സാധിക്കില്ല എന്ന്. അപ്പോൾ ജെനിഫർ ചോദിക്കും, ഞാൻ എന്തൊക്കെ ചെയ്താലും നീ എന്നെ വലിയവളാണെന്ന് സമ്മതിക്കില്ല അല്ലേ? അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ ചിപ്പ് ഒരു വലിയ കമ്പി ഉപയോഗിച്ച് ജെനിഫറിന്റെ വയറ്റിലേക്ക് കുത്തിയിറക്കും. എന്നിട്ട് ജെനിഫറിന് എന്ത് സംഭവിക്കാൻ? ഒന്നും പറ്റിയില്ല. പക്ഷേ പാവം ചിപ്പ് രക്തം ഒരുപാട് വാർന്നു പോയതിനാൽ മരിക്കുന്നു. പാവം നീഡി, അവൾക്ക് ജെനിഫറിനോട് അടക്കാനാവാത്ത ദേഷ്യം വരുന്നു. ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ആയിരുന്നു, എന്നാലും അവളെ കൊല്ലണമെന്നുള്ള തീരുമാനത്തോടെ നീഡി ജെനിഫറിന്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ജെനിഫർ എന്താ ചെയ്യുന്നതെന്നറിയോ? അവള് പഴയ സ്കൂൾ ആൽബങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം അടുത്ത ടാർഗറ്റിനെ കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ ഒരുത്തനെ കണ്ടുപിടിച്ച് അതിന് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ നീഡിയും ആ വീട്ടിലുണ്ടല്ലോ, അവൾ തക്കം പാർത്തിരിക്കുകയായിരുന്നു ജെനിഫറിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. സമയം ഒത്തു വന്നപ്പോൾ അവൾ ഒരു കത്തിയുമായിട്ട് ജെനിഫറിന്റെ മേലേക്ക് ചാടി വീണു. അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു, കുത്തി ഇറക്കുന്നു. പക്ഷെ എന്ത് സംഭവിക്കാൻ? ഒരു വലിയ ഇരുമ്പ് കമ്പി കുത്തി കയറിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെയാണ് ഒരു പിച്ചാത്തി. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ജെനിഫർ നീഡിയുടെ കഴുത്തിൽ കടിക്കുന്നു. ശേഷം ഇരുവർക്കും ഇടയിൽ ഭയങ്കരമായിട്ട് ഫൈറ്റ് നടക്കുന്നു. അതിനിടയിൽ നമ്മുടെ നീഡി അവൾ വായിച്ച ബുക്കുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവളുടെ നെഞ്ചിലേക്ക് കത്തി തീയിറക്കുന്നു. ഈ സമയമാണ് ജെനിഫറിന്റെ അമ്മ അങ്ങോട്ടേക്ക് വന്നത്. മകളെ പറ്റി ഒരു വിവരവും കിട്ടാതെ അവൾ അന്വേഷിച്ചുകൊണ്ടാണ് വരവ്. ആ സമയത്ത് ജെനിഫർ അവിടെ മരിച്ചു കിടക്കുന്നു. കയ്യിൽ കത്തിയുമായിട്ട് നീഡി നിൽക്കുന്നു. അങ്ങനെ നീഡിയാണ് ജെനിഫറെ കൊന്നത് എന്നുള്ള വിവരം പുറം ലോകം അറിയുകയും അവളെ
മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മുടെ നീഡി ആ മെന്റൽ ഹോസ്പിറ്റലിൽ എത്തിയത് എന്ന് നമ്മോട് പറഞ്ഞു തരുന്നു. സിനിമ തീർന്നോ? അങ്ങനെയൊന്നും വിചാരിച്ചേക്കല്ലേ, സിനിമ തീർന്നിട്ടില്ല. നീഡിയും ജെനിഫറും തമ്മിലുള്ള ഫൈറ്റിനിടയിൽ ജെനിഫർ ഒരു കടി നീഡിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓർമ്മയുണ്ടല്ലോ അല്ലെ? ആ കടി കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ നീഡി മരിക്കാതിരുന്നത്? അവൾക്കും എന്തോ ഒരു പവർ ഉണ്ടായിരുന്നു. അവളും ജെനിഫറെ പോലെ ആ ഭ്രാന്താശുപത്രിയിൽ നിന്ന് എയറിലേക്ക് ഉയർന്നു. അവിടെ ഒരു കിളിവാതിലുണ്ടായിരുന്നു, അതൊക്കെ ഒറ്റ ചവിട്ടിന് തകർത്ത് അവൾ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു കടക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് പുറത്തു കടക്കുമ്പോൾ അവിടെ ഒരു സ്ഥലത്തായിട്ട് ഒരു പ്രകാശം കാണുന്നു. അവൾ എന്താണെന്ന് പോയി നോക്കിയപ്പോൾ അവിടെ ഒരു കത്തി കിടക്കുന്നു. ഈ കത്തി ഏതാണെന്ന് മനസ്സിലായോ? അമേരിക്കൻ ബാൻഡ് ഉണ്ടായിരുന്നല്ലോ, അവർ ജെനിഫറെ കൊന്നിട്ട് ഒരു പാറയിടുക്കിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കത്തിയാണ് ആ കിടക്കുന്നത്. ആ കത്തി ആ വെള്ളച്ചാട്ടത്തിൽ നിന്നും ആ നീരുറവയിലൂടെ ജെനിഫറിന്റെ ഗ്രാമത്തിൽ തന്നെയാണ് എത്തിച്ചേരുന്നത്. നീഡി ആ കത്തി എടുത്തു വെച്ചതിന് ശേഷം ഒരു കാറിൽ ലിഫ്റ്റ് ചോദിച്ച് എങ്ങോട്ടേക്കോ പോകുന്നതായിട്ട് കാണിക്കുന്നു. നീഡി എങ്ങോട്ടേക്കാണ് പോയതെന്നറിയോ? ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായ അതേ മ്യൂസിക് ബാൻഡിന്റെ അടുത്തേക്ക്. ആ ബാൻഡിലുണ്ടായിരുന്ന ഓരോ ആൾക്കാരെയും ജെനിഫറിന്റെ അതേ രീതിയിൽ തന്നെ കഴുത്തിൽ കടിച്ച് ചോര കുടിച്ച് കൊല്ലുന്നു. അങ്ങനെ നീഡിയുടെ കഥയും ഈ സിനിമയും